പാട്ടൊക്കെ വെച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ്. അപ്പോൾ 2 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അന്നെൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കല്ലുമ്മക്കായ നിറച്ചതായിരുന്നു. ഈ കല്ലുമ്മക്കായ ഇതുവരെ കാണാത്തവരുണ്ടോ? ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, ആൾ ഇതുവരെ ഈ കല്ലുമ്മക്കായ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിൻ്റെ പുറന്തോട് ഒരു കത്തി കൊണ്ടോ സ്റ്റീൽ ചേരി കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഉരച്ചെടുത്ത് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കമിഴ്ത്തി വെച്ചു കൊടുത്തത്. ഇതിനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഞാൻ അപ്പം പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പൊടി ആദ്യം ചൂടുവെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങയിലേക്ക് പെരുംജീരകവും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ചതച്ചെടുത്ത് അത് ഈ മാവിലിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഓരോ കല്ലുമ്മക്കായിലേക്ക് ഈ മാവ് ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ 3/4 പണിയും കഴിഞ്ഞേ. ഇതവിടുന്ന് വെന്ത് വരട്ടെ. ഇനി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറന്തോടുണ്ടല്ലോ അതൊരു സ്പൂൺ കൊണ്ട് കളയണം. അപ്പം നമ്മുടെ ഈ കല്ലുമ്മക്കായ നമ്മുടെ ഈ മാവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇടുന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇളകി പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിങ്ങനെ പുറന്തോട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പണിയൊന്നുമില്ല. നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യും പോലെ ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് ഈ സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഓരോന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡിയായേ. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചൂടോടെ കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.